ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്ക് വിലപേശി കുറയ്ക്കുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ്. ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷനുമായിട്ടാണ് ചർച്ച നടക്കാൻ പോകുന്നത്. അയ്യപ്പ സംഗമത്തിന് 6.55 കോടി രൂപയുടെ ചെലവ് ഉണ്ടായി എന്നാണ് IIC ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ IICയുടെ കണക്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രതീക്ഷയിലെ ജീവിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞാൽ അത് അവസ്ഥയായിരിക്കും. കാരണം മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നില്ലേ. 10 മണിക്ക് മീറ്റിംഗ്, 9:30 അതിന് ചർച്ച, 11 മണിയാകുമ്പോൾ എല്ലാവരെയും വിളിക്കുക. എവിടെ ദിവസം നമ്മൾ കാത്തു വിളിച്ച് ഇവിടെ കാണാം. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ ചർച്ചയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി. പ്രശാന്ത് കൃഷ്ണയാണ് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. പ്രശാന്ത്, അപ്പോൾ ഈ ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്, ആ കമ്പനി തന്നെ പറയുന്നു കണക്കുകളിൽ പൊരുത്തക്കേട് ഉണ്ട് എന്ന്. അത് തന്നെ പറയുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പിന്നെ എന്താണ് ഈ പറയുന്ന ഈ കൂടിക്കാഴ്ചയും അവിടുത്തെ സെറ്റിൽമെന്റും ഒത്തുതീർപ്പ് ചർച്ചകളുടെയൊക്കെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആ സമ്മതം തന്നെയാണ് ഈ ചർച്ചയുടെ പ്രാധാന്യവും. കാരണം IIC ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അപ്പോൾ അവർ സമർപ്പിച്ച കണക്കിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡ് ഒരു കണക്ക്, അതായത് ഈ IIC സമർപ്പിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ ആവശ്യപ്പെടുന്ന കണക്കും എത്രയാണ് ആക്ച്വൽ ചെലവ് എന്ന് സംബന്ധിച്ച ഒരു വിവരങ്ങൾ നേരത്തെ തന്നെ ശേഖരിക്കുകയും അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതുപ്രകാരം ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് GST അടക്കമുള്ള ചെലവ് 4,99,00,000 രൂപയാണ്. അതായത് 4,99,57,189 രൂപ എന്നതാണ് ആ എക്സാക്ട് കണക്ക്. അതേസമയം തന്നെ ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ IIC പറയുന്നത് അവർക്ക് ചെലവായത് 6,55,36,866 കോടി രൂപ എന്ന കണക്കാണ് അവർ ബോർഡിന് മുൻപാകെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ക് പൊരുത്തപ്പെടുന്നതല്ല, പൊരുത്തക്കേടുണ്ടെന്നുള്ളതാണ് ബോർഡ് വിശദീകരിക്കുന്നത്. അതിനാൽ തന്നെ ഈ തുക അതേപടി നൽകാൻ സാധിക്കില്ല. കാരണം സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തി ആണ് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് സ്പോൺസർ പണമായി 3 കോടി രൂപ മാത്രമേ ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നൽകാൻ സാധിക്കില്ല എന്നത് വിശദീകരിക്കുന്നതിന് വേണ്ടിയും മാത്രമല്ല അവർ സമർപ്പിച്ച കണക്കുകളിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയാണ്. അത് ഇപ്രകാരമാണ്. അതായത് അതിൽ ചെലവുകൾ നോക്കുമ്പോൾ ഈ കണക്കിലെ കള്ളക്കളികൾ മനസ്സിലാകും. അതിന് ബോർഡ് വഴങ്ങുമോ എന്നതാണ് ഈ ഊരാളുങ്കലിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ബോർഡും സർക്കാരും കൂടി ചേർന്നൊരുക്കിയ ഒരു പരിപാടിയാണ്. അവിടെ വരുന്നതാരാണ്? അവിടുത്തെ ഒരു കമ്പനി മാത്രമാണ്. ആ കമ്പനിയെ നിയോഗിച്ചത് ഒരു ടെൻഡർ ഇല്ലാതെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ കമ്പനിക്ക് വഴങ്ങുകയാണോ ഈ ദേവസ്വം ബോർഡും ഈ സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ കാളക്കച്ചവടം എന്ന് പറയുന്ന പോലെ കാളക്കച്ചവടം. ആ കാളക്കച്ചവടം പോലെ ഈ രീതിയിലേക്ക് ഈ വലിയൊരു പദ്ധതി, അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പോകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ലജ്ജാകരമാണ്, എത്രത്തോളം ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് ഈ IIC സമർപ്പിച്ച അയ്യപ്പ സംഗമത്തിന് ചെലവായതായി പറയുന്ന ഓരോ ഹെഡിലെയും കണക്കുകളിൽ പൊരുത്തക്കേട് വളരെ പ്രകടമാണ്. ബോർഡ് എത്ര ചെലവ് വന്നു എന്ന് കണക്കുകൂട്ടി തയ്യാറാക്കിയ കണക്കിൽ അത് വ്യക്തവുമാണ്. അതായത് ഇപ്പോൾ പ്രചാരണത്തിന് പബ്ലിസിറ്റി ഇനത്തിൽ ഊരാളുങ്കലിന്റെ കമ്പനി പറയുന്നത് അവർക്ക് 47,72,000 രൂപ ചെലവ് വന്നതെന്നാണ്. പക്ഷേ ബോർഡ് പറയുന്നത് ആ ഇനത്തിൽ 25 ലക്ഷം രൂപയെ ചെലവ് വന്നിട്ടുള്ളൂ എന്നാണ്. അതായത് അത്രേ ചെലവഴിച്ചിട്ടുള്ളൂ. പക്ഷേ 47-ന്റെ കണക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ സമ്മാന കിറ്റ്, അതായത് ഈ കിറ്റുകൾ ഈ അവിടെ വന്ന ഡെലിഗേറ്റ്സിനും മറ്റും ഒഫീഷ്യൽസിനും നൽകിയ കിറ്റുകൾ, ഈ കിറ്റ് ഇനത്തിൽ 73,40,000 രൂപ ചെലവായെന്ന് IIC പറയുന്നു. പക്ഷേ ദേവസ്വത്തിന്റെ കണക്ക് പ്രകാരം അത് 50 ലക്ഷം രൂപയെ